നമസ്കാരം. സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രി ഇന്ന് രാജിവെച്ചു. അദ്ദേഹത്തിൻ്റേത് എന്ന പേരിൽ ടെലിവിഷൻ ചാനലിൽ വന്ന ഫോൺ സംഭാഷണമാണ് AK ശശീന്ദ്രൻ്റെ രാജിക്ക് കാരണമായത്. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ എന്ന് വിശേഷിപ്പിച്ചാണ് ഒട്ടും കാത്തുനിൽക്കാതെ മന്ത്രി രാജിവെച്ചൊഴിഞ്ഞത്. രാജിപ്രഖ്യാപനത്തിൽ അദ്ദേഹം നടത്തിയ ധാർമ്മികത എന്ന പ്രയോഗം സ്വാഭാവികമായും ഈ രാജിക്ക് കാരണമായ വാർത്തയ്ക്ക് നേരെയും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ രീതികൾക്ക് നേരെയും ചോദ്യമായി ഉന്നയിക്കപ്പെടും. മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തി ഒരു ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെടുകയായിരുന്നോ ആ സംഭാഷണത്തിൽ? ഉഭയകക്ഷി സമ്മതപൂർവ്വം നടന്ന സംഭാഷണത്തെയാണോ നമ്മൾ കുറ്റകൃത്യം എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് കേട്ടത്? പരാതിക്കാരിയുടെ അഭാവം ഈ വാർത്തയുടെ കാര്യത്തിൽ ന്യായീകരിക്കാവുന്നതാണോ? മനുഷ്യരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതിൻ്റെ പരിധി എവിടെ വരെയാണ്? ലൈംഗികത പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി കൂടുതലായി തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് മാധ്യമങ്ങൾ ഈ വിഷയങ്ങളിൽ എന്ത് ധാർമ്മികതയാണ് പാലിക്കേണ്ടത്? ഇക്കാര്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. മംഗളം കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ MB സന്തോഷ് ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മന്ത്രി AK ശശീന്ദ്രൻ നിരവധി ന്യായങ്ങളും നിരവധി കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ ആ സാങ്കേതികത്വത്തിലല്ല നിൽക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ രാജിവെച്ചു. രാജി അശ്ലീല ചുവയുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നതിനെ തുടർന്ന് കുറ്റസമ്മതമല്ല, ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കാനെന്ന് ശശീന്ദ്രൻ. തൽക്കാലം പകരം മന്ത്രി ഉണ്ടാവില്ല. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നീക്കങ്ങളുമായി തോമസ് ചാണ്ടി. ജിഷ വധക്കേസിൽ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിജിലൻസ്. അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. FIR അടക്കം തയ്യാറാക്കിയത് മുൻവിധിയോടെ. ഇപ്പോഴത്തെ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ലെന്നും വിജിലൻസ്. പോലീസിന്റെ വീഴ്ചകൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് VS അച്യുതാനന്ദൻ. KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി MM ഹസൻ ചുമതലയേറ്റു. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് MM ഹസൻ. മദ്യനയം UDF-ന്റേത്. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും ഹസൻ. ജിഷ്ണു പ്രണോയ് കേസിൽ അറ്റോർണി ജനറൽ ഹാജരാകും. കേസ് നാളെ സുപ്രീം കോടതിയിൽ. ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ നാളെ മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം മാറ്റി. TP സെൻകുമാർ കേസിൽ നിന്ന് PP റാവുവിനെ മാറ്റി. സർക്കാരിനായി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ഹരീഷ് സാൽവെ. സന്തോഷ് ട്രോഫി പശ്ചിമ ബംഗാളിന് 32ാം കിരീട നേട്ടം. ഗോവയെ ഒറ്റ ഗോളിന് കീഴടക്കി. ധർമ്മശാല ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ 6 വിക്കറ്റിന് 248 റൺസ്. പൂജാരയ്ക്കും രാഹുലിനും അർദ്ധ സെഞ്ചുറി. രാഷ്ട്രീയ ധാർമ്മികതയും മാധ്യമ ധാർമ്മികതയും. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ രാജിവെച്ചു. മന്ത്രിയുടേത് എന്ന പേരിൽ മംഗളം ചാനൽ അശ്ലീല ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതിനെ തുടർന്നാണ് രാജി. പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. നാടകീയമായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ രാജി. രാവിലെ 11 മണിയോടെയാണ് മന്ത്രിയുടേതെന്ന പേരിൽ ചാനൽ അശ്ലീല ശബ്ദരേഖ പുറത്തുവിട്ടത്. കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയെ മാധ്യമങ്ങൾ കണ്ടുവെങ്കിലും കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല. എന്നാൽ വൈകിട്ട് 3 മണിയോടെ വാർത്താസമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. പരാതിയുമായി എത്തുന്നവരോട് നല്ല നിലയിലാണ് പെരുമാറാറുള്ളത്. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ആരോടും കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഉത്തമ വിശ്വാസം. രാജി കുറ്റസമ്മതമല്ല, രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ്. രാജി വെക്കാതിരിക്കാൻ നിരവധി ന്യായങ്ങളും നിരവധി കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ ആ സാങ്കേതികത്വത്തിലല്ല നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നു, അന്വേഷണത്തിന് വഴിയൊരുക്കണമെങ്കിൽ ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ടാണോ അന്വേഷണം നടക്കേണ്ടത്? മുഖ്യമന്ത്രിയോടും പാർട്ടി നേതൃത്വത്തോടും കൂടിയാലോചിച്ചാണ് രാജി പ്രഖ്യാപനം. സത്യം തെളിയിക്കാൻ ഏതു തരത്തിലുള്ള അന്വേഷണവും നടത്താമെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നിരപരാധിത്വം ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ കഴിയും. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ല. MLA സ്ഥാനം രാജിവെക്കുന്നില്ലെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. ഈ വാർത്ത പുറത്തുവിട്ട മന്ത്രിയുടെ രാജിക്ക് കാരണമായ വാർത്ത പുറത്തുവിട്ട മംഗളം ടെലിവിഷൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ MB സന്തോഷ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാധ്യമ നിരീക്ഷകനും മുൻ MP-യുമായ അദ്ദേഹം കൊച്ചിയിൽ നിന്നും, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ MN കാരശ്ശേരി കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരും.
ശ്രീമതി കെ ഷാഹിന, ശ്രീ ഹരീഷ് വാസുദേവൻ എന്നിവരെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ MB സന്തോഷ്, നിങ്ങളുടെ ആദ്യ ദിവസമാണെന്ന് ഒരു ടെലിവിഷൻ ചാനൽ എന്ന നിലക്ക് നിങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ആദ്യ വാർത്തയിൽ ആദ്യ വാർത്തയാണ് കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഇമ്പാക്റ്റ് ആ വാർത്തയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഒരു മന്ത്രി മണിക്കൂറുകൾ പോലും എടുക്കാതെ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും വലിയ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന കാര്യത്തിൽ പക്ഷേ മാധ്യമ ധാർമ്മികത പാലിക്കാനായില്ല എന്ന കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ തികച്ചും മാധ്യമ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. അത് പൂർണ്ണ ബോധ്യത്തോടും ഉത്തരവാദിത്തത്തോടും കൂടി തന്നെയാണ് അത് ചെയ്തത്. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുള്ളത്? എന്ത് കാരണങ്ങളാലാണ്? മന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തിയ ഒരു വീട്ടമ്മയുടെ നമ്പർ വാങ്ങിയ ശേഷം ആ നമ്പറിലേക്ക് മന്ത്രി വിളിച്ച് ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തുക എന്നത് അധികാര ദുർവിനിയോഗമാണ്. അത് ആര് നടത്തിയാലും അത് തെറ്റ് തന്നെയാണെന്നാണ് മംഗളം ടെലിവിഷൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു കൊണ്ടുവരണമെന്ന് മംഗളം ടെലിവിഷൻ തീരുമാനിച്ചത്. ആ ഒരു തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ തീരുമാനത്തിൽ അതുകൊണ്ട് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഇത്തരം നിലപാടുകൾ ഏതെങ്കിലും അധികാരികൾ പുലർത്തുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ ഈ നിലപാട് ആവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മാധ്യമങ്ങൾ പലതരത്തിലുള്ള വഴികൾ ഉപയോഗിച്ച് വാർത്തകൾ പുറത്തു കൊണ്ടുവരാറുണ്ട്. ഇന്നിപ്പോൾ മംഗളം ടെലിവിഷൻ ചെയ്ത ഈ വാർത്ത, മന്ത്രിയുടെ രാജിക്ക് കാരണമായ വാർത്തയെ കുറ്റപ്പെടുത്തേണ്ടതായി എന്തെങ്കിലുമുണ്ടോ? അല്ല, ശ്രീ MB സന്തോഷ് പറഞ്ഞ് വിശദീകരിച്ച കാര്യങ്ങൾ അതൊന്നും ഈ വാർത്തകളിൽ നിന്ന് നമുക്കിതുവരെ ബോധ്യമായിട്ടില്ല. ഇവിടെ ഒരു മന്ത്രിയുടെ രാജിക്ക് കാരണമായ ഒരു വാർത്ത ഉദ്ഘാടന ദിവസം നൽകാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ അപൂർണമായ ഒരു വാർത്ത, അത് നിയമവിരുദ്ധമായ രീതിയിൽ മന്ത്രിയുടെ ടെലിഫോൺ ചോർത്തുന്നതിന് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? അല്ലെങ്കിൽ അപ്പുറത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീ പരാതിക്കാരിയായി വന്ന് വീട്ടമ്മയാണെന്നൊക്കെ ഇപ്പോൾ സന്തോഷ് വിശദീകരിക്കുന്നതല്ലാതെ അത് ആര് എന്ന് നമുക്കറിയില്ല. ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ മന്ത്രിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ സംഭാഷണം നീട്ടിക്കൊണ്ടുപോയതിലും ആ സ്ത്രീക്ക് ഉത്തരവാദിത്തമുണ്ട്. അതൊരു ശരിയായ സ്ത്രീ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഫോൺ കട്ട് ചെയ്യാമായിരുന്നു അനാവശ്യമായ വർത്തമാനം കേട്ടപ്പോൾ. അപ്പോൾ അതൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള കെണി ഒരുക്കിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ വീഴ്ത്തുക എന്നത്, അത് സന്തോഷ് പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമോ മാധ്യമധർമ്മമായി കരുതപ്പെടാവുന്ന പ്രവൃത്തിയോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. തീർത്തും അധാർമികമായ അനാശാസ്യമായ ഒരു പ്രവൃത്തിയോടെയാണ് മംഗളം ചാനൽ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ദിവസം ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൻ്റെ കെടുതി ആ ചാനലിന് ഒരുപക്ഷെ മലയാളത്തിലെ മാധ്യമരംഗത്തിനാകുകയും ഏറെ വൈകാതെ അനുഭവിക്കേണ്ടി വരും. തിരിച്ചു വരാം. ശ്രീ MN കാരശ്ശേരി, വാർത്താ വിസ്ഫോടനത്തിന് തുടക്കം എന്ന മട്ടിലാണ് ആ ചാനലിൻ്റെ പരസ്യം. വാർത്താ വിസ്ഫോടനങ്ങൾക്കായി കൊതിക്കുന്ന ആളുകളാണ് ടെലിവിഷൻ ചാനലുകളും നാട്ടിലെ മാധ്യമങ്ങളുമെല്ലാം. അത് വലിയ നിലക്ക് നിർവഹിക്കാനായിട്ടുണ്ട് അവർക്ക്. മണിക്കൂറുകൾ പോലും എടുക്കാതെ മന്ത്രിയെ രാജിവെപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഏതോ ചില കാര്യങ്ങൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു, ചെറിയ തോതിലാണെങ്കിലും ഏതോ ചില കാര്യങ്ങൾ വലിയ തോതിൽ മിസ്സിംഗ് ആണ് ഈ വാർത്ത ചെയ്തതിൽ എന്നൊരു തോന്നൽ പലർക്കുമുണ്ട്. താങ്കൾ ആ കൂട്ടർക്കൊപ്പമാണോ? എന്തു കുഴപ്പമാണ് ഈ വാർത്തയ്ക്കുള്ളത്? സനീഷ്, ഒന്നാമത്തെ കാര്യം, മന്ത്രി രാജിവെച്ചത് അനാവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ രാജി മടക്കിക്കൊടുത്ത് അദ്ദേഹത്തോട് സ്ഥാനത്ത് തുടരാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ AK ശശീന്ദ്രനെതിരായിട്ട് ഈ നിമിഷം വരെ, നമ്മൾ അറിയുന്ന നിമിഷം വരെ ആരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ ശബ്ദരേഖയായിട്ട് ആരോ ചോർത്തിയെടുത്ത് ചാനലിൽ കൊടുത്തു. അത് വളരെ അധാർമികമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഇടിച്ചുകയറ്റമാണ്. അത് പൗരാവകാശ ലംഘനമാണ്, സ്വകാര്യത ലംഘനമാണ്, അധാർമികമാണ്. അദ്ദേഹം തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു. ഏതെങ്കിലും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കി എങ്കിൽ തീർച്ചയായിട്ടും അത് വാർത്തയാണ്, അത് നമ്മുടെ പ്രശ്നമാണ്. അങ്ങനെ ഏത് സ്ത്രീയാണ് എന്ത് പരാതിയാണ് കൊടുത്തത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗവൺമെൻറ്റിൻ്റെ ഏത് സൗകര്യമാണ് ഇത്തരം ഒരു ആനുകൂല്യത്തിന് വേണ്ടി അദ്ദേഹം ദുരുപയോഗം ചെയ്തത്? അദ്ദേഹം എന്ത് അഴിമതിയാണ് കാണിച്ചത്
എന്നൊന്നും വ്യക്തമല്ല. ആ സംഭാഷണം ആരോട് നടത്തി, അത് ശശീന്ദ്രൻ ശബ്ദമായിരിക്കാം, എനിക്ക് പറയാറുണ്ടൂടാ. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തിപരമായ കാര്യം അല്ലാതിരിക്കണമെങ്കിൽ ഒരു പരാതി വേണം. ഇപ്പോൾ പോലീസ് കേസെടുക്കാത്ത, ഒരു FIR ഇടാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വാർത്ത. മാത്രമല്ല, ഇത് കേൾപ്പിക്കുന്നത് മോശമാണ് എന്ന് ആ ചാനലുകാർക്ക് തോന്നിയിട്ടാണല്ലോ കുട്ടികളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത്. ഇപ്പോൾ ജോസ് തെറ്റയിലിൻ്റെ കാര്യത്തിൽ നമ്മുടെ മിക്ക മാധ്യമങ്ങളും ചെയ്തു, ഒരു വീഡിയോ പ്രക്ഷേപണം ചെയ്യാണ്ടായത്. കോടതി അതിനെതിരായി നിലപാടെടുത്തിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയക്കാരോ ഒന്നും പഠിച്ചില്ല. എന്താണെന്ന് വിചാരിച്ചാൽ സദാചാര പോലീസിങ് എന്ന പണിയാണ് മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ അഴിമതി ആരോപണമാണ്, ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിലിപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആളുകളുടെ സ്വകാര്യമായ നിലപാടുകളോ അവരുടെ പരസ്പരമുള്ള സമ്മതങ്ങളോ അവരുടെ താല്പര്യങ്ങളോ ഒന്നും ഒരു കാര്യമല്ല. നമ്മളാണ് ഈ നാട് നേരെയാക്കാൻ നടക്കുന്നത് എന്ന് എങ്ങനെയാണ് ഇപ്പോൾ റോഡിലൊക്കെ ആളുകൾ ഗുണ്ടായിസം കാണിക്കുന്നത് സദാചാരത്തിൻ്റെ പേരിൽ, അതേ തരത്തിലുള്ള ഒരു സദാചാര ഗുണ്ടായിസമാണ് ഇവിടെ കാണിച്ചത്. മുഖ്യമന്ത്രി വേണ്ടത് എന്ത് വകുപ്പിലാണ് ഈ തരം ഒരു സാധനം പ്രക്ഷേപണം ചെയ്തത് എന്ന് ആ മാധ്യമത്തോട് ചോദിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി KK ഷാഹിന, ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ശ്രീ ശശീന്ദ്രന് രാജിവെക്കാതിരിക്കാൻ. പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ രാജിവെക്കുകയാണ് ചെയ്തത്. ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മേലാണ് എൻ്റെ രാജി എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അതൊരു കുറ്റസമ്മതം കൂടെയാണ് എന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടതല്ലേ? അവർ കൊടുത്ത വാർത്ത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമായിരിക്കുകയില്ലേ അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അങ്ങനെയെങ്കിൽ മംഗളത്തിൻ്റെ വാർത്തയ്ക്ക് ചില തരത്തിലുള്ള മിസ്സിംഗ് സംഗതികൾ ഉണ്ടെങ്കിൽ തന്നെയും ആ വാർത്ത ന്യായീകരിക്കപ്പെടുകയില്ലേ? സനീഷ്, കേരളത്തിലെ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ലൈംഗിക ആരോപണം വന്നാൽ രാജിവെക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ ഇതുവരെ ഉള്ളത്. ഇപ്പൊ ഇന്നത്തെ ഈ വാർത്ത എന്ന് പറയുന്നത് ഇതില് ഒരു ഫോൺ സംഭാഷണമാണ്. അതിൽ അപ്പുറത്ത് ഉള്ള ആളുടെ ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. ആ സ്ത്രീയുടെ ശബ്ദമില്ല. അത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഇതിലൊരു പരാതിക്കാരി ഉണ്ടോ ഇല്ല, ഇതുവരെയും ഒരു പരാതിക്കാരി ഇല്ല. ഇത് അങ്ങനെ നോക്കുമ്പോ ഇത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം രാജിവെക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഇതുവരെയുള്ള നമ്മുടെ രീതി അനുസരിച്ച് ഒരു ആരോപണം വരുമ്പോൾ രാജിവെക്കും. അങ്ങനെ രാജിവെച്ചു. അങ്ങനെ രാജിവെച്ചാൽ പോലും ഞാൻ പറയുക, ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു അധികാര ദുർവിനിയോഗമോ അല്ലെങ്കിൽ പരാതിക്കാരിയായി വന്ന ഒരു വീട്ടമ്മയെ അദ്ദേഹം മന്ത്രി പദവി ഉപയോഗിച്ച് അങ്ങോട്ട് വിളിച്ച് ലൈംഗികമായി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഗതികളൊന്നും ഇതിലില്ല എങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇത് വളരെ മോശമായിട്ടുള്ള ഒരു മാധ്യമ സംസ്കാരമാണ് കേരളത്തിൽ തുടങ്ങി വെക്കുന്നത്. നമ്മളിപ്പോ മാധ്യമങ്ങളെ കുറിച്ചിട്ട് ധാരാളം വിമർശനങ്ങൾ ഇതുവരെയുണ്ട്, രാഷ്ട്രീയക്കാരെ കുറിച്ച് ധാരാളം വിമർശനങ്ങളുണ്ട്, സർക്കാരിനെ കുറിച്ച് നമുക്കൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ പോലും കേരളത്തിലെ ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലും ഒരു പരിധി വരെയുള്ള ഒരു വിശ്വാസവും പരസ്പരമുണ്ട്. ഇത് അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിൽ, അതിനെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് ഈ തുടങ്ങി വെക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു ഹണി ട്രാപ്പാണ്. ഇത്തരത്തിൽ ഇനിയും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടത് ഇനിയും ഇത്തരത്തിലുള്ള എന്തൊക്കെയോ സംഗതികൾ, ആളുകളുടെ വീഡിയോ അടക്കമുള്ള സംഗതികൾ മംഗളം പുറത്തുവിടും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു വളരെ വൃത്തികെട്ട ഒരു രീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെയും സനീഷിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രെഡിബിലിറ്റിയെയാണ് ഇത്തരം ആളുകൾ വന്നിട്ട് ഈ തരത്തിന് ചോദ്യം ചെയ്യുന്നത്. സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ MP സന്തോഷ്, അദ്ദേഹം ഒരു കുറ്റം ചെയ്തതായി നിങ്ങൾ പറയുന്നു. ആ കുറ്റത്തെ നാട്ടുകാർക്ക് മുന്നിൽ എത്തിക്കാനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയും അതിന്മേൽ നടന്ന ചർച്ചകളും മുഴുവൻ ശ്രദ്ധിച്ചാലും എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം എന്നത് വ്യക്തമാകുന്ന സംഗതികളില്ല. അത് തെളിയിക്കാനുള്ള തെളിവുകളുമില്ല. അദ്ദേഹത്തിൻ്റെതായി കുറ്റം, രാജിവെക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന കുറ്റം എന്നത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക താല്പര്യമാണ്, അദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. അത് കേട്ടാലാണെങ്കിൽ അപ്പുറത്തെ ആൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സമ്മതമുള്ള, രണ്ടുപേർക്കും സമ്മതമുള്ള ഒരു സംഗതിയാണ് എന്ന തോന്നലാണ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾ കാണുന്ന
നിങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന കുറ്റം എന്താണ്? നാട്ടുകാരെ ബാധിക്കുന്ന എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? അതിനുള്ള തെളിവുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഇല്ലാതെ പോയത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പരാതി നൽകാനെത്തിയ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയുടെ ടെലിഫോൺ നമ്പർ വാങ്ങിയ ശേഷം ആ നമ്പർ ഉപയോഗിച്ച് തിരിച്ച് പലതവണ വിളിച്ച് തൻ്റെ ലൈംഗിക തൃഷ്ണയ്ക്ക് ഒരു വീട്ടമ്മയെ അത് താങ്കളുടെ കഥയാണ്. അത് താങ്കളുടെ കഥയാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ തെളിവ് ഞങ്ങളുടെ കൈവശമുണ്ട്. ആ തെളിവ് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ രാജി ഉണ്ടായത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രീ എം പി സന്തോഷ്, ഈ തെളിവ് അല്ലേ ആദ്യം കൊടുക്കേണ്ടത്? അല്ലാതെ ലൈംഗിക ചുവയുള്ള നാട്ടുകാർക്ക് മുന്നിൽ മറ്റൊരു കാരണമില്ലാതെ നാട്ടുകാർക്ക് മുന്നിൽ കേൾപ്പിക്കേണ്ടതില്ലാത്ത ഒരു ലൈംഗിക സംഭാഷണം എന്തിനാണ്? തെളിവല്ലേ സാധാരണ മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് വെക്കുന്നത്? നിങ്ങൾ തെളിവല്ലാതെ അതിനകത്തുള്ള മസാല എടുത്ത് പുറത്തേക്ക് വെച്ചതിന്റെ കാര്യം എന്താണ്? അത് തെളിവ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മസാലയുള്ളതാണെങ്കിലോ? അത്തരം മസാലകൾ കൂടുതൽ പുറത്തു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ തെളിവ് കൊടുക്കാത്തത്. ഇതേക്കാൾ കൂടുതൽ മസാല എന്തുണ്ടാകാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ സന്തോഷ്. ഇതേക്കാൾ കൂടുതൽ മസാല എന്തുണ്ടാകാനാണ്? അതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ അവതാരക തന്നെ പറയുന്നു കുട്ടികളുണ്ടെങ്കിൽ മാറ്റി നിർത്തണം. അവിടെ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന അതിഥികൾ ചെവി പൊത്തിയാണ് ഇരിക്കുന്നത്. അവർക്ക് കേൾക്കാനാകാത്ത വിധം കുട്ടികളും കുടുംബവും കേൾക്കാൻ പാടില്ലാത്ത റിപ്പോർട്ടാണെന്ന് അവതാരക തന്നെ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തും പിന്നെ എന്താണ് ഉണ്ടാകാനുള്ളത്? ആ തെളിവ് എന്തുകൊണ്ടാണ്? ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് തെളിവ് അതാണെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കാത്തത് പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇതിനേക്കാൾ ലൈംഗിക വീഴ്ചയുടെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴൊന്നും ഉണ്ടാകാത്ത ധാർമ്മികത ഇപ്പോൾ ചർച്ചയാകുന്നത് എന്തായാലും ജോസ് തെറ്റയിലുടെ വിഷയത്തിൽ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു. പരാതിക്കാരി എൻ്റെ മുഖം മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ആ വാർത്ത എയർ ചെയ്യപ്പെട്ടത്. അങ്ങനെയല്ലേ? ഇവിടെ ഒരു പരാതിക്കാരി ഇല്ല, കുറ്റം എന്നത് കാണാനില്ല, തെളിവ് എന്നതില്ല. ആകപ്പാടെ ഉള്ളത് ലൈംഗികമായിട്ടുള്ള സംഭാഷണമാണ്. അതൊരു കുറ്റമല്ല. ലൈംഗിക താല്പര്യം എന്നത് നാട്ടിലൊരു കുറ്റമായ കാര്യമല്ല, കുറ്റകൃത്യമല്ല. ലൈംഗിക താല്പര്യം കുറ്റകൃത്യമല്ല. പക്ഷേ അധികാര ദുർവിനിയോഗം നടത്തി ലൈംഗിക താല്പര്യത്തിലേക്ക്, ലൈംഗികതയിലേക്ക് കൊണ്ടുവരികയായിരുന്നെങ്കിൽ അതൊരു കുറ്റമാണ്. പക്ഷേ അതിന് തെളിവ് എവിടെയാണ്? ആ തെളിവ് വേണ്ടതില്ലാത്ത ഒരു മാധ്യമത്തെയാണോ, മാധ്യമ സംസ്കാരത്തെയാണോ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? എന്തായാലും ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാധ്യമ സംസ്കാരം ഇവിടെ അധികാര ദുർവിനിയോഗം നടത്തി ഈ ഒരു വരുമ്പോഴും അതിൻ്റെ ഇരയെ കടിച്ചു കീറാൻ വരുന്ന, ആ രീതിയിൽ ഇരകളെ കടിച്ചു കീറാൻ നിന്നുകൊടുക്കുന്ന, ഇല്ലെങ്കിൽ ഇരയെ ഇട്ട് കടിച്ചു കീറുന്ന നിലയിലേക്കാവണം എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളവരുണ്ടാവാം. പക്ഷേ ഞങ്ങൾ അത്തരക്കാരുടെ കൂടെയല്ല. ഇതിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ പക്ഷമുണ്ട്. അധികാര ദുർവിനിയോഗം നടത്തുന്നവരുടെ കൂടെയല്ല മംഗളം ടെലിവിഷൻ. അത് സ്വാഭാവികമായും ഇരയുടെ കൂടെ തന്നെയായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇരയുടെ സ്വകാര്യത സംരക്ഷണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ്, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള സംഗതിയാണ്, ഇരയുടെ സ്വകാര്യതാ സംരക്ഷണം, അവരെ കടിച്ചു കീറാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് മംഗളം ഇത് ചെയ്തത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഞാൻ ശ്രീ സന്തോഷിനെയോ മംഗളം ടെലിവിഷൻ ചാനലിനെയോ ജേർണലിസം പഠിപ്പിക്കാനാണല്ല. പക്ഷേ കേരളത്തിൽ ജേർണലിസത്തിന് തുടക്കം കുറിച്ച ശ്രീ ശശികുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മാധ്യമ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളതുകൊണ്ട് ഒരു കാര്യം എനിക്കറിയാം. വാർത്ത എന്ന് പറയുന്നത് 5 W ആണ്. ഹു, വാട്ട്, വെൻ, വൈ ആൻഡ് ഹൗ. ഈ 5 കാര്യങ്ങൾ ഒരു വാർത്തയുടെ ഏറ്റവും പ്രാഥമികമായ സംഗതിയാണ്. ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, എന്തുകൊണ്ട്. ഇതൊന്നും പറയാത്ത ഒരു വാട്സപ്പിൽ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തുണ്ട് ഓഡിയോയാണ് ഇന്ന് നമ്മളെല്ലാം കേട്ടത്. ഈ തുണ്ട് ഓഡിയോയാണോ കേരളത്തിലെ വാർത്ത? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് എന്ന് പറയാത്തത് ഇരയെ സംരക്ഷിക്കാനാണെങ്കിൽ നാളിതുവരെയുള്ള ഈ രാജ്യത്തെ സെക്ഷൻ IPC സെക്ഷൻ 228 അനുസരിച്ച് ഒരു ഇരയുടെയും പേര് പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ അവിടെ ഒരു പരാതി ഉണ്ടോ? പരാതി ഇല്ല എന്ന് ഇവർ തന്നെയാണ് പറയുന്നത്. ആരാണ് ഇതിനകത്ത് ഇര? എന്താണ് അവിടെ നടന്ന കുറ്റകൃത്യം? ഇപ്പോൾ സന്തോഷ് പറഞ്ഞ കാര്യം ഞാൻ ഇതുവരെ കേട്ട ഇന്നത്തെ ഡെവലപ്മെന്റിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങളുടെ കയ്യിൽ ഇതിലും വലിയ തെളിവുണ്ട് എന്ന് മന്ത്രി അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചു പോയത്. ഇതിന്റെ പേരാണ് ത്രട്ടനിങ് അഥവാ ഭീഷണിപ്പെടുത്തൽ. ഞങ്ങളുടെ കയ്യിൽ ഇതിലും വലിയ തെളിവുണ്ടെന്ന് മന്ത്രിക്ക് അറിയാം, അതുകൊണ്ട് മന്ത്രി രാജിവെച്ചു പോയി. ഇതാണ് ഇവർ തുടങ്ങാനിരിക്കുന്ന മാധ്യമ സംസ്കാരമെങ്കിൽ സനീഷ് നമ്മൾ ഭയപ്പെടണം.
ഇതിന്റെ കണ്ടന്റിനെ നമ്മൾ ഭയപ്പെടണം. ഞങ്ങളുടെ കയ്യിൽ ഇതിലും വലുതുണ്ട്. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇമ്പാക്റ്റിന് വേണ്ടി ഇന്ന് രാജിവെക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇത് അടുത്ത നിലയിലേക്ക് പോകും എന്ന് മന്ത്രിക്ക് അറിയാം എന്ന് ചാനലിന്റെ പ്രതിനിധി പറയുന്നു എങ്കിൽ അത് വളരെ ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വാർത്തയായി കാണാൻ കഴിയില്ല. ഇത് നേരത്തെ ഞാൻ ഒരു പത്രത്തെയും ഒരു മാധ്യമത്തെയും അടച്ച് ആക്ഷേപിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ മംഗളം എന്ന സ്ഥാപനത്തിന്റെ ചരിത്രം അങ്ങനെയാണ് സനീഷ്. കേരള ഹൈക്കോടതിയിലെ 5 ജഡ്ജിമാർ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം എൻ കാരശ്ശേരി, ഞങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. നമ്മളിരുന്ന് സംസാരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനകത്താണ്. മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാറുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ നല്ല ഉദ്ദേശത്താൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റായി പോകാറുമുണ്ട്. നമ്മൾ ആ നിലക്ക് കൂടെ പരിഗണിക്കേണ്ടതല്ലേ? ഇരയുടെ സ്വകാര്യതാ സംരക്ഷണം. കേരളം പോലൊരിടത്ത് ഒരു സ്ത്രീ, മന്ത്രിയുടെ ഇത്തരം സംസാരങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു സ്ത്രീയെ പൊതുജന മധ്യത്തിൽ വലിച്ചു കീറാൻ വിട്ടുകൊടുക്കാതിരിക്കണം എന്നൊരു താല്പര്യം അവർക്കുണ്ടെങ്കിൽ അത് നമ്മൾ ആ മട്ടിൽ കണക്കിലെടുക്കേണ്ടതല്ലേ? വാർത്ത, ഒരു പുതിയ മാധ്യമ സ്ഥാപനം വരുന്നു, അത് ആളുകളെല്ലാവരും കാണണം, റേറ്റിംഗ് നന്നായിട്ടുണ്ടാകണം എന്നതൊക്കെ എല്ലാവർക്കും, മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാകുന്ന കാര്യമാണ്, ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്താൽ കയ്യിൽ കിട്ടിയൊരു വലിയ വാർത്ത കൊടുക്കാതിരിക്കുക എന്നത് ശരിയല്ലാത്തത് കൊണ്ട്, എന്നാൽ അതേസമയം മുഴുവൻ തെളിവുകളുമായി അത് കൊടുത്താൽ ആ സ്ത്രീ വലിയ തോതിൽ അതിക്രമങ്ങൾക്ക് വിധേയമാകും എന്ന തോന്നലുള്ള ഒരു എഡിറ്റോറിയൽ ബോർഡ് ആ തീരുമാനമെടുത്തു എന്ന് കണ്ടാലും മതിയാകുമല്ലോ. എന്ന് പറഞ്ഞാൽ ആ മാധ്യമത്തിന് വ്യക്തികളുടെ സ്വകാര്യത എന്നൊന്ന് ബഹുമാനിക്കാൻ അറിയാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇരയ്ക്ക് ഒരു സ്വകാര്യത ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഇര എന്നുള്ള പ്രയോഗത്തിൽ തന്നെ എന്തോ കുറ്റം ചെയ്തു, വേട്ടയാടി എന്നാണല്ലോ ഇര എന്നുള്ള വാക്കിനർത്ഥം. ഞാൻ ഫേസ്ബുക്കിൽ കേട്ട ആ സംഭാഷണ ഭാഗം ശബ്ദരേഖ വെച്ചിട്ട് അതിലെന്തെങ്കിലും ബലപ്രയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. അതിൻ്റെ അപ്പുറം ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വകാര്യതയുടെ സംരക്ഷണം മന്ത്രി ആയതുകൊണ്ട് AK ശശീന്ദ്രന് നിഷേധിക്കുന്നത് ന്യായമല്ല. പിന്നെ അദ്ദേഹം മനഃപൂർവ്വം അല്ലെങ്കിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണത്തിന് വിധേയനാക്കാൻ ഒരുമ്പെട്ടു, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കാം. ഇവിടെ എന്തെല്ലാം കേസുകൾ പരാതി കൊടുക്കുന്നു, ആ പേരുകളൊന്നും പുറത്തു വരാറില്ല. ഇതിപ്പോൾ എത്ര കേസ് ഇവിടെ നടന്നു. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള നമുക്കിപ്പം വളരെ നമ്മൾ ചർച്ച ചെയ്ത ആ നടിയോട് കാണിച്ച അന്യായത്തിൻ്റെ പരാതി കൊടുത്തല്ലോ. അപ്പോൾ പരാതി കൊടുക്കാത്തത് ഇരയുടെ സ്വകാര്യതയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേട്ടക്കാരനാണ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരാളുടെ ഏത് സ്വകാര്യതയിലേക്ക് നിങ്ങൾക്ക് എരച്ചു കയറാമെന്നാണ് വരുന്നത്. അപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധകമാണ്. ശശീന്ദ്രൻ കുറ്റം ചെയ്തു എന്ന് ഒരു പരാതി പോലും ഇല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ വേട്ടക്കാരെന്ന് വിളിക്കുന്നതോ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നതോ തീർച്ചയായിട്ടും അധാർമികമാണ്. ഈ മൊത്തം പ്രശ്നത്തിൽ ഏറ്റവും അധാർമികമായി പെരുമാറിയത്, നിരുത്തരവാദപരമായി പെരുമാറിയത്, ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയത് മാധ്യമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് അദ്ദേഹം രാജിവെച്ചു. ആ രാജിയെ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ സദാചാര പോലീസ്, സദാചാര ഗുണ്ടായിസമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയം, അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മതം, അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മാധ്യമം എന്ന് വരികയാണ്. അത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആളുകൾ ബുദ്ധിമുട്ടിക്കപ്പെടുന്ന, പൊതുമണ്ഡലത്തിലുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലുള്ള ആളുകൾ ബുദ്ധിമുട്ടിലാക്കപ്പെടുന്ന അനവധിയായിട്ടുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നത് തന്നെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന വിചാരം തന്നെയുമുണ്ട്. തെറ്റോ ശരിയോ അത് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ ഒരു വിചാരം തന്നെയുമുണ്ട്. അല്ലെങ്കിൽ ആ വാർത്തകളാണ് അങ്ങനെ ബുദ്ധിമുട്ടിക്കപ്പെട്ട് വരുന്ന സത്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും നാട്ടുകാർ മുന്നിലിരിക്കുന്നുണ്ടാവുക. മംഗളം തങ്ങളെ ന്യായീകരിക്കുന്നത് ടെലിവിഷൻ ചാനലുകളിൽ കാണിക്കാൻ പാടില്ലാത്ത ലൈംഗിക ദൃശ്യങ്ങൾ കാണിച്ച ടെലിവിഷൻ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങളെ ഓഡിയോയെ പുറത്തുവിട്ടുള്ളൂ, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമാണുള്ളത് എന്നാണ്. ഇത്തരം സംഭവങ്ങളിൽ എവിടെയാണ് അതിര്? എന്ത് ധാർമ്മികതയാണ് ആളുകൾ പാലിക്കേണ്ടത്? അല്ല, ഇവിടെ സന്തോഷ് അവകാശപ്പെടുന്ന ധാർമ്മികത അത് ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് മംഗളം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ മംഗളം പത്രത്തിൻ്റെ ചരിത്രം എന്താണ്? സൂര്യനെല്ലി മുതൽ ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ നടിയുടെ കേസ് വരെ, ആക്രമണ കേസ് വരെ ആ തത്വം പാലിക്കാത്ത പത്രപ്രവർത്തനമായിരുന്നു മംഗളത്തിൻ്റേത്. ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചാനലിൻ്റെ നിലപാടും നയവും അതുതന്നെയാണ് എന്ന് ഇന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു എന്നൊന്നും സന്തോഷ് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ വേണ്ടത് ജോസ് തെറ്റീലിൻ്റെ കേസിൽ വ്യത്യസ്തമായി ഇവിടെ ഒരു വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു. ആ പരാതിക്കാരി തന്നെയാണ് ആ വീഡിയോ പുറത്തുവിട്ടത്. അത് പ്രദർശിപ്പിച്ചതിൻ്റെ ശരിയും തെറ്റും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തനം മുഴുവൻ കുറ്റമറ്റതാണ് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മുന്നിൽ ഈ വിഷയം വന്നിരിക്കുന്നു. ഇവിടെ സനീഷ് പറഞ്ഞതുപോലെ കയ്യിൽ കിട്ടിയ ഒരു വാർത്ത പൊതുതാൽപര്യം മുൻനിർത്തി മംഗളം ടെലിവിഷൻ സംപ്രേഷണം ചെയ്തതല്ല. ഇത് കയ്യിൽ കിട്ടിയ വാർത്തയല്ല, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ വാർത്തയാണ് എന്നാണ് നമ്മളുടെ ആദ്യ പരിശോധനയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ഒരു മന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒത്തുകിട്ടിയ ഒരു മന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി കൃത്രിമമായി ഒരു വാർത്ത സൃഷ്ടിക്കുകയും അത് എല്ലാ വിധത്തിലുള്ള മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് സംപ്രേഷണം ചെയ്യുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ ചാനൽ നിലവാരത്തിലും സംസ്കാരത്തിലും എന്ത് പ്രത്യാഘാതമുണ്ടാക്കും എന്നറിയുന്നതിനും എനിക്ക് കൗതുകമല്ല, ഉത്കണ്ഠയുണ്ട്. ശ്രീ എം പി സന്തോഷ്, ഹണി ട്രാപ്പ് എന്ന് മംഗളത്തിൻ്റെ വാർത്തയെ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. ഭീഷണിപ്പെടുത്തലാണ്, ത്രട്ടനിങ് ആണ് നടത്തിയത് എന്ന് അല്പം മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും പറയുകയുണ്ടായി. ഇത് രണ്ടുമല്ല, ഞങ്ങൾ നീതിപൂർവമായ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന അഭിപ്രായമാണല്ലോ താങ്കൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ ആ ഇര വന്ന് പരാതി കൊടുക്കുക എന്നൊരു കാര്യം കൂടെ ഉണ്ടാകേണ്ടതല്ലേ? നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്, ഇത്തരം സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എന്ന നിലപാട് താങ്കൾക്കും സ്ഥാപനത്തിനുമില്ലേ? തീർച്ചയായും ഇത് മംഗളം നടത്തിയ ഒരു ഹണി ട്രാപ്പ് അല്ല. ഇത് സംബന്ധിച്ച് ഒരു പരാതി ഞങ്ങൾക്ക് ലഭിക്കുകയും ആ പരാതിയെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ ആധികാരികത ഞങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടാൻ തയ്യാറായിട്ടുള്ളത്. ഈ വാർത്ത വിട്ടപ്പോഴും പലതവണ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പിൻ്റെ ഒറിജിനാലിറ്റിക്കുള്ള ഏതു പരിശോധനയ്ക്കും അത് ലഭ്യമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് സംബന്ധിച്ച് ഏതു പരിശോധന നടത്തിയാലും അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇത് സംബന്ധിച്ച് പരാതി ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. പരാതി ഇനിയും ഉണ്ടാകാം. അപ്പോൾ ഇത് ഒരു സ്വാഭാവികമായിട്ടും ഇത് ഒരു അധാർമികത എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗം നടത്തി ഒരു പരാതി നൽകാനെത്തിയ വീട്ടമ്മയെ വേറൊരു രീതിയിലേക്ക് നയിച്ചുകൊണ്ട് പോയി ലൈംഗിക തൃഷ്ണയ്ക്കായിട്ട് ആ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതിൻ്റെ കേവലം സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരു രീതി ഇങ്ങനെ അതിലുള്ള ആ ഒരു സാങ്കേതിക പ്രശ്നമാണ് ഏറ്റവും ഇരയെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല, ഇര പരാതി നൽകിയില്ല എന്നതൊക്കെയാണ് വലിയ കാര്യം എന്നൊക്കെ വെളിപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്ക് അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, മംഗളം ടെലിവിഷൻ സ്വാഭാവികമായിട്ടും നീതി നിഷേധിക്കപ്പെടുന്നവരുടെയും അധസ്ഥിതരോടൊപ്പവും ഞങ്ങൾ ഉറച്ചു നിൽക്കും. അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയായിരിക്കും ഞങ്ങൾ. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. പിന്നെ ഇവിടെ ജീവിതം മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഞങ്ങളും ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് തന്നെ 20-25 വർഷമായിട്ട് ഞങ്ങൾ ഏത് തരത്തിലാണ് മാധ്യമപ്രവർത്തനം നടത്തിയതെന്നുള്ളത് മംഗളം ടെലിവിഷനിലുള്ള മാധ്യമപ്രവർത്തകരുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര മാധ്യമപ്രവർത്തകരാണ് കേരളത്തെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ കേരളത്തെ ചലിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവന്നവർ തന്നെയാണ് ഞങ്ങൾ മംഗളം ടെലിവിഷനിലും ഉള്ളത്. അപ്പോൾ ഇതൊന്നും കാണാതെ ചില രാഷ്ട്രീയ കാരണങ്ങളാലും ചില ചാനലുകൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകകളുടെ ചാനലുകളുണ്ട്. ആ ന്യൂസ് 18 പോലുള്ള ചാനലുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഒരു കുത്തകയുടെയും പിന്തുണയില്ലാത്ത ഒരു ചാനൽ വരുമ്പോൾ ആ ചാനലിൻ്റെ ബ്രേക്കിംഗ് സ്വാഭാവികമായിട്ടും 3 അല്ലെങ്കിൽ 4 മണിക്കൂറുകൾ കൊണ്ട് ഒരു ബിഗ് ബ്രേക്കായിട്ട് വളരുകയും കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ
അത് സ്വാഭാവികമായിട്ടും അതിലൊരു അസ്വാരസ്യം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഒരു വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള തരത്തിലേക്ക് ഒരു ചാനൽ വരുന്നതിൽ ഞങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നീതി നിഷേധിക്കുന്നവരുടെയും ഇതുപോലെ ഇരകളാക്കപ്പെടുന്നവരെയും അധികാര ദുർവിനിയോഗം നടത്തുന്നവരെയും പൊളിച്ചു കൊണ്ടുവരാൻ തന്നെയായിരിക്കും ഞങ്ങൾ മുന്നിൽ നിൽക്കുക. അതിനായി സന്തോഷ്, അസ്വാരസ്യം എന്നല്ല അസൂയ എന്നാണ് പറയേണ്ടത്. അതായത് നിങ്ങൾ കൊണ്ടുവന്ന വാർത്തയോട് ഞങ്ങൾക്ക് എന്തോ അസൂയുണ്ട്, അതുകൊണ്ടാണെന്ന്. പക്ഷേ അപ്പോൾ തന്നെയും ഈ മാധ്യമത്തിനകത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ കൂടെ സാധിക്കുന്നുണ്ട്. അതിനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ വാർത്തയെ മാനിച്ചുകൊണ്ടാണ്. ആ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് അതിഭയങ്കരമാണ് എന്നതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഞങ്ങൾക്കെതിരായിട്ട് താങ്കൾ പ്രകടിപ്പിച്ച ആക്ഷേപങ്ങളോട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല താനും. അതവിടെ നിൽക്കട്ടെ. ഈ മനുഷ്യരുടെ ലൈംഗികത, ഈ പറയുന്ന വാർത്ത നിങ്ങൾ ഇത്രയും നേരം ഇരകൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ വാർത്തയിൽ ആകപ്പാടെ കാണാനുള്ളത് പക്ഷേ ഈ പറയുന്ന ലൈംഗികമായ സംഭാഷണം മാത്രമാണല്ലോ കേൾക്കാനുള്ളത്. ലൈംഗികമായ സംഭാഷണം ഒരു മന്ത്രിയാണെങ്കിൽ തന്നെയും നടത്തിയാൽ എങ്ങനെയാണ് അത് കുറ്റമാവുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. താങ്കൾ പറയുന്നത് പോലെ അത് പരാതി നൽകാനെത്തിയ ഒരു വീട്ടമ്മയിൽ നിന്ന് നമ്പർ വാങ്ങിച്ച് ഇതിന് ശേഷം ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെയും അദ്ദേഹം അത് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തന്നെയും പരാതിയൊന്നും വന്നിട്ടില്ലെങ്കിൽ, അവരെ അധികാര ദുർവിനിയോഗം കൊണ്ടാണ് അദ്ദേഹം ദുർവിനിയോഗം നടത്തിയാണ് അദ്ദേഹം ഈ നമ്പർ എടുക്കുകയും ഈ ലൈംഗിക സംഭാഷണത്തിന് വിധേയയാകുന്ന മട്ടിലേക്ക് നയിച്ചത് എന്നത് തെളിയിക്കപ്പെടാത്തിടത്തോളം അത് വെറുമൊരു ലൈംഗിക സംഭാഷണം മാത്രമായിട്ടല്ലേ കിടക്കുകയുള്ളൂ. അതിനുള്ള തെളിവ് നിങ്ങൾ എപ്പോൾ കൊടുക്കും? നാളെ കൊടുക്കുമോ? അതല്ലേ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത്. കൊടുക്കില്ല എന്നാണോ? അല്ല, അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു ഇര ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ഈ ഇരയുണ്ട് എന്ന് സമ്മതിക്കുന്നില്ല. അത് താങ്കൾ പറയുന്നതാണ്. ചില കാര്യങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റും. കണ്ണടച്ചല്ല, ചെവി തുറന്ന് കേട്ട് വെച്ചാലും ഇരയുടെ ശബ്ദമേ അതിനകത്ത് കേൾക്കാനില്ല. ഇപ്പോൾ ഇങ്ങനെയും പറയാം. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ മിമിക്രി നടത്തിയിട്ടാണോ ഒരാൾ അദ്ദേഹത്തെ പറ്റിച്ചത്, അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് എന്ന നിലക്ക് ഒരു സ്ത്രീയെ ഈ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തോട് സംസാരിപ്പിച്ച് റെക്കോർഡ് ചെയ്തെടുത്താണോ എന്നൊക്കെ വിചാരിക്കാം. അപ്പോഴൊക്കെ ഇര എന്ന സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയാണ്. ഇരയാകണമെന്നില്ല അത്. അതുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല ഞങ്ങൾ എന്ന് വിചാരിക്കുക. ഇത് കേരളത്തിലെ ജനസമൂഹം സമ്മതിച്ചു കഴിഞ്ഞു. അവർക്ക് ബോധ്യപ്പെട്ടു കാര്യങ്ങൾ. അത് ജനസമൂഹം ഈ പറയുന്ന 4-5 ആളുകൾ ഇരുന്നിട്ട് അതിനെ സമ്മതിക്കുന്നില്ല എന്നല്ലേ ശ്രീ MP സന്തോഷ് പറയുന്നത്? അതെ, അവരും ജനസമൂഹത്തിന്റെ ഭാഗമല്ല. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് 4-5 സ്വാഭാവികമായിട്ടും ഇതിൽ എല്ലാവരുടെയും രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഏതായാലും നിങ്ങളുടെ നിലപാട്, നിങ്ങൾ ഈ പറയുന്ന നിലപാട് ബോധ്യപ്പെട്ടിരിക്കുന്നു സമൂഹത്തിനെന്ന് കരുതുക. പക്ഷേ അപ്പോൾ തന്നെയും ഇങ്ങനെ സംശയത്തിന് മറ്റൊരു ടെലിവിഷൻ ചാനലിന്, താങ്കൾ നേരത്തെ ആക്ഷേപകരമായിട്ട് പറഞ്ഞതുപോലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണെങ്കിലും മറ്റൊരു ടെലിവിഷൻ ചാനൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും അതിൽ വന്നിരിക്കുന്ന മറ്റ് എല്ലാ ആളുകളും നിങ്ങളുടെ നിലപാടിനെ തള്ളുകയും ചെയ്ത സാഹചര്യത്തിലെങ്കിലും ഞങ്ങൾക്ക് തെളിവുണ്ട്, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാകും എന്ന ആർജവം കാണിച്ച് വരും ദിവസങ്ങളിൽ അതിൻ്റെ തെളിവുകൾ മുന്നോട്ട് വെക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് ഏത് അന്വേഷണം ഉണ്ടായാലും അതിൻ്റെ ഞങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ ഏത് അന്വേഷണ ഏജൻസിക്കും കൈമാറാൻ തയ്യാറാണെന്ന് ആ വാർത്ത വെളിപ്പെടുത്തിക്കൊണ്ട്, ആ വാർത്തയിൽ പരാമർശിക്കുന്ന ആളിൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഞങ്ങളുടെ ചാനലിലൂടെ അത് പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പേര് എന്ന് വെച്ചാൽ ഇരയുടെ പേരോ അല്ല, അദ്ദേഹത്തിന്റെ പേര്. അല്ല, ഇരയുടെ പേര് ഇപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇര സ്വമേധയാ വെളിപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. പിന്നെ ഇതുപോലെ നിരവധി ഹണി ട്രാപ്പുകൾ നടത്തിയ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും, പിന്നെ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത്തരം ഹണി ട്രാപ്പിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയുള്ളൂ. ഏതൊക്കെ ഹണി ട്രാപ്പുകളാണവ? ഇതിന് നിങ്ങൾ നടത്തിയ ഈ കാര്യത്തിൻ്റെ വാർത്തയുടെ നല്ല ഫലങ്ങൾ എന്താണ്? നല്ല ഫലങ്ങൾ ഇനി സ്വാഭാവികമായിട്ടും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു പരാതിക്കാരി വന്നാൽ അവർ ഇത്തരം ഫോൺ നമ്പർ വാങ്ങി അനാവശ്യമായ സംഭാഷണങ്ങളിലേക്കും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുത്താനും നോക്കുകയില്ല എന്നത് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞങ്ങൾ കരുതുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ശ്രീ ഹരീഷ് വാസുദേവൻ, അതായത് ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്ന ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് മുന്നിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവരുടെ ടെലിഫോൺ നമ്പർ വാങ്ങിച്ച് പിന്നീട് അത് ലൈംഗികമായി സംസാരിക്കാനുള്ള ഉപാധിയാക്കിയിട്ട് ആളുകൾ എടുക്കുമോ എന്ന വലിയൊരു സാമൂഹ്യ പ്രശ്നത്തിന് തടയിടാൻ മംഗളം ടെലിവിഷൻ ചാനലിൻ്റെ ഈ കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. തെളിവ് നൽകേണ്ടുന്ന കാര്യമില്ല അന്വേഷണത്തിന്, പക്ഷേ ഏത് തരത്തിലുള്ള തെളിവ് നൽകാനും അവർക്ക് ധൈര്യവുമുണ്ട്.
സനീഷ്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ആവർത്തിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഓഡിയോ ടേപ്പിനപ്പുറത്ത് എന്താണ് ഇതിനകത്ത് ഒരു ഒഫൻസ്, ഒരു കുറ്റകൃത്യം? ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുപോലെ 2 കാര്യങ്ങളെ ശശീന്ദ്രന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻട്രൂഡ് ചെയ്യാൻ, കടന്നു ചെല്ലാൻ ഒരു മാധ്യമ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ. 1, അധികാര ദുർവിനിയോഗം ഉണ്ടാവണം. 2, ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടണം. ഇക്കാര്യത്തിൽ ഇവർ പറയുന്ന അധികാര ദുർവിനിയോഗം ഉണ്ടെന്നാണ്. ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണോ ഈ ഓഡിയോ ടേപ്പ് നടത്തിയത്? ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല, അതേക്കുറിച്ച് ഒരു ചർച്ചയുമില്ല, അതേക്കുറിച്ച് ഒരു തെളിവുമില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ചാനലിന് പറയാനുള്ള മറുപടി ഒരു നിമിഷം ശ്രീ എം.വി. സന്തോഷ് മന്ത്രിയായിരുന്ന കാലത്ത് തന്നെയാണോ ഇത് നടന്നത്? അതെ, മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പരാതി നൽകാൻ ചെന്ന വീട്ടമ്മയോട് അതാണ് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട് ശ്രീ ഹരീഷ്, അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അക്കാര്യത്തിൽ ചാനലിന് മാത്രമാണ് വ്യക്തതയുള്ളത്. സനീഷിന്റെ ചാനൽ ഒരു വാർത്ത പുറത്തുവിട്ടിട്ട് സനീഷ് എന്നോട് പറയാണ് എനിക്ക് ബോധ്യമുണ്ട്, ഹരീഷും വിശ്വസിക്കണമെന്ന്. അങ്ങനെയാണോ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടക്കുന്നത്? അങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നാളിതുവരെ നടന്നിരുന്നത്? അല്ല. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കേരളത്തിലെ പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒച്ചകൾ, ശബ്ദങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഹണി ട്രാപ്പ് ആണോ എന്ന ചോദ്യത്തിന് ശ്രീ സന്തോഷ് പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ ഹണി ട്രാപ്പ് അല്ല എന്ന്. സ്വാഭാവികമായിട്ടും മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഹണി ട്രാപ്പ് ആയിരിക്കണം, നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് അധികാര ദുർവിനിയോഗമാണ് അതിൽ നടന്നത് എന്നതുകൂടി ഈ മാധ്യമ പ്രവർത്തകർ പറയേണ്ടതാണ്. എന്ത് അന്വേഷണം നടന്നാലും ഞങ്ങൾ സഹകരിക്കാം എന്ന് പറയുന്നത് ഒരു പക്ഷേ നേരത്തെ ശ്രീ സന്തോഷിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇതിലും വലിയ വീഡിയോ അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് മന്ത്രി ഞങ്ങൾക്കെതിരെ പരാതിപ്പെടില്ല എന്ന ധൈര്യത്തിലായിരിക്കാം. ഞാൻ ചോദിക്കുന്ന വളരെ നിസ്സാരമായ ചോദ്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു മന്ത്രിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്? ആ അവകാശത്തെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം വാർത്തയുടെ കൂടെ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ പരാതി ഉണ്ടായിരിക്കണം, പരാതിയില്ല എന്നത് ചാനൽ തീർത്തു പറയുന്നു നാളിതുവരെ. രണ്ടാമത്തെ വിഷയം അധികാര ദുർവിനിയോഗമാണ്. എങ്ങനെയാണ് പൊതുഖജനാവിന് 1 രൂപയുടെയെങ്കിലും അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുള്ളത്? എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ് പരാതിയുമായി ഈ സ്ത്രീ വന്നത്? മിനിമം എന്തായിരുന്നു പരാതി? അത് ഈ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കാൻ എന്തായിരുന്നു ഈ ഇര എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയുടെ ആവശ്യം? എന്താണ് അതിനുശേഷം നടന്നത്? ഞാൻ കേട്ട ഓഡിയോയിൽ ഞാൻ കേട്ട കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം വിളിക്കാതിരുന്നത് എന്ന് മന്ത്രിയുടെ ശബ്ദത്തിൽ ചോദിക്കുന്നു. നേരത്തെ സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് 2 ഇൻകമിംഗ് കോളാണ് എന്ന് ഇവർ പുറത്തുവിട്ട വാർത്തയുടെ ഒരു ചെറിയ ഒരു ഓഡിയോയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മന്ത്രി അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ചതാണ്. നേരത്തെ വിളിച്ച ആളോട് എന്തുകൊണ്ട് ഇത്രയും കാലം വിളിച്ചില്ല, ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് മന്ത്രിയുടെ ശബ്ദത്തിൽ പറയുന്നു. ഇവരുടെ തന്നെ വാദങ്ങൾ പൊളിക്കുന്ന ഓഡിയോയാണ് ഇവർ പുറത്തുവിടുന്നത്. ആളുകൾ യുക്തിയില്ലാത്തവരൊന്നുമല്ല. പൊതുസമൂഹം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വെറുതെ എന്റെ സുഹൃത്തും കൂടിയായ ശ്രീ സന്തോഷ് ഒന്ന് ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയും ഇത്ര രൂക്ഷമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, കേരള ഹൈക്കോടതിയിലെ 5 ജഡ്ജിമാർ അഴിമതിക്കാർ എന്ന പേരിൽ 1-ാം പേജിൽ ലീഡ് വാർത്ത കൊടുത്ത മംഗളത്തിനെതിരായി കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി വരികയും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ജനറലിന് പരാതി വരികയും ചെയ്തു. ഇവരുടെ ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ വന്ന് മാപ്പ് എഴുതി കൊടുത്ത് അങ്ങനെ ഒരു സംഗതിക്ക് സോഴ്സ് ഇല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. സന്തോഷം വേണേ ക്രോസ് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഞാൻ എണ്ണി പറയാം. ചാരവൃത്തി കേസിൽ, വ്യാജരേഖ കേസിൽ അഴിമതി ആരോപണം നേരിട്ട് സർക്കാരിന്റെ കാരുണ്യത്തിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടർമാരാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നതിന്റെ പിന്നിൽ. അവരുടെ ജീവിത പങ്കാളികൾ ആ ചാനലിൽ ഇരുന്ന് അത് ന്യായീകരിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും തരംതാണ രീതിയിലുള്ള മാധ്യമ പ്രവർത്തന സമ്പ്രദായമാണ് അല്ലെങ്കിൽ സംസ്കാരമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നതെങ്കിൽ. ഞാൻ തിരിച്ചു വരാം ഹരീഷ് താങ്കളിലേക്ക്. ശ്രീ എം.വി. സന്തോഷ്, അവരൊക്കെ പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നാട്ടുകാർക്കും ഒരുപക്ഷെ ആ തോന്നലുണ്ടാകുമായിരിക്കും. എന്ത് അധികാര ദുർവിനിയോഗം നടത്താനാണ്, എന്ത് പരാതിയുമായിട്ടാണ് സ്ത്രീ അങ്ങോട്ട് പോയത്, എന്തുകൊണ്ടാണ് അതൊരു ഇൻകമിംഗ് കോൾ ആവുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് വളരെയേറെ അടുപ്പം, ഒരുപാട് കാലം സംസാരിച്ചുള്ള അടുപ്പം ഉള്ളയാളെന്ന പോലെ സംസാരിക്കുന്നത്? ഇതിനൊക്കെ മറുപടികളുണ്ടോ? തീർച്ചയായിട്ടും മറുപടികളുണ്ട്. അത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ഒരു ചർച്ചയായി വരുമ്പോൾ എത്തുക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ ബാക്കി വാർത്തകൾ തെളിവുകൾ കൂടെ നൽകുമെന്ന് ഞാൻ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എത്തുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ കൊടുക്കുമെന്ന് പറയാൻ എന്താണ് സംശയം എനിക്ക് മനസ്സിലാകുന്നത്? നിങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്. ഈ വാർത്ത വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഒരു മാധ്യമം സ്ഥാപനം ആദ്യം ചെയ്യേണ്ടത് ആ തെളിവുകളെ അങ്ങോട്ട് വെക്കുകയല്ലേ വേണ്ടത്? അതെന്തുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഇതിന് വളരെ വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു പരാതിയുമായി ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിൽ എത്തിച്ചേർന്നാൽ അതൊരു കഥയാണ് ഇപ്പോഴെങ്കിലും CMB സന്തോഷ്, അതൊരു കഥയാണ്. താങ്കൾ എന്നെക്കാൾ എത്രയോ പരിചയമുള്ള മാധ്യമപ്രവർത്തകർ, അതൊരു കഥയാണ്. ഈ തെളിവല്ല ആദ്യം മുന്നോട്ട് വെക്കേണ്ടത്, കഥകളാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? തെളിവല്ല ആദ്യം വെക്കേണ്ടത്, കഥകളാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നതാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം? ചിലത് കഥയേക്കാൾ വിചിത്രമാണ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ പലതവണ നമുക്കൊക്കെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാണെന്നാണ്. ശ്രീ MN കാരശ്ശേരി, നിങ്ങൾ കുഴപ്പക്കാരനാണ് എന്ന് ഞാൻ നാട്ടുകാരോടാകെ പറയുന്നു. എന്താണതിന് തെളിവ് എന്ന് ചോദിച്ചാൽ, തെളിവ് എൻ്റെ കൈവശമുണ്ട്, പക്ഷേ നിങ്ങൾ കുഴപ്പക്കാരനാണ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തെ മാറ്റി നിർത്തുക ഏതെങ്കിലും നിലക്ക് ശരിയാവുന്നതാണോ? നിങ്ങൾ കുഴപ്പക്കാരനാണെന്ന് നാട്ടുകാരോട് മുഴുവൻ പറയും, പക്ഷേ അതിനുള്ള തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്, ഞാനത് നാട്ടുകാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അല്ല, ഇതൊക്കെ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ നീതിയെപ്പറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നീതി എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണ്, സ്വകാര്യത എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണ്. ഇപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഷയിലാണ് ഇത് വരുന്നത്. അത് മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് സംശയം. അതായത് ഇതിനേക്കാൾ വലുത് ഞങ്ങളുടെ കയ്യിലുണ്ട്, വലിയ വർത്തമാനം പറയണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭീഷണിയാണ്. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് സ്വതന്ത്രമായ സതുദ്ദേശപൂർവമായ പത്രപ്രവർത്തനമാണ് എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. യൗവനകാലത്ത് കുറച്ചു കാലം പത്രപ്രവർത്തകനായിരുന്ന ഒരാളാണ് ഞാൻ. അതും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിട്ട് 2-3 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ വാർത്ത എന്താണ്, ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ താല്പര്യം എന്താണ്, അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സാധനം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ തരത്തിൽ വളരെയധികം വൈകാരികമായ ക്ഷോഭം ഉണ്ടാക്കുന്ന സെൻസേഷണൽ എന്ന് പറയാവുന്ന ഒരു വാർത്ത. അപ്പോൾ അത് കൊടുക്കുമ്പോൾ മാധ്യമത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അതിന് ഇന്ന തരത്തിൽ പരാതിയുണ്ട്, ഇന്ന ആളെ പേര് പറയണ്ട, അത് ഇന്ന പ്രദേശത്തെ ഇന്ന ഒരു കാര്യം പറയാൻ വന്ന ആളുടെ പേര് പറയേണ്ട, ഫോട്ടോ കൊടുക്കേണ്ട, ഒന്നും വേണ്ടല്ലോ. അതൊക്കെ ഇവിടെ എത്ര നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സൂര്യനെല്ലി എന്ന് പറയാമെന്നല്ലാതെ ആ പെൺകുട്ടി ആരാന്ന് നമുക്കറിയില്ല. അതൊക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഇവിടുത്തെ പത്രങ്ങൾ, ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾ. അത് പിന്നെയും പാലിക്കാത്ത ഫേസ്ബുക്കാണ്, ഇവിടുത്തെ പോലീസ്, അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എര എന്ന് വിളിച്ച ഒരു സ്ത്രീയെ എര എന്ന് വിളിക്കുന്ന എന്താ അർത്ഥമില്ലാന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. കാരണം പരസ്പര സമ്മതത്തോടു കൂടി ആളുകൾ ഈ തരം സംഭാഷണം നടത്തുകയോ ചേരുകയോ സ്വകാര്യതയിലിരുന്ന് മറ്റു കാര്യങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യുന്നതൊക്കെ കുറ്റകൃത്യമാണ് എന്ന് ഭരണഘടന അനുസരിച്ചോ ഇവിടുത്തെ പീനൽ കോഡ് അനുസരിച്ചോ തീരെ പറയാൻ പറ്റില്ല. നമ്മുടെ സ്വകാര്യതയിലേക്ക് എന്തിൻ്റെ പേരിലും ഒരാൾ എരച്ചു കയറുന്നത് അങ്ങേയറ്റത്തെ അധാർമികതയാണ്. ഒരു ഭരണാധികാരിക്കെതിരായിട്ടോ രാഷ്ട്രീയക്കാരനെതിരായിട്ടോ വേറെ വ്യക്തിക്കെതിരായിട്ടോ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം, നമ്മളതിൻ്റെ കൂടെ നിൽക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നില്ല അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു തെളിവുമില്ല. എല്ലാവരും ഇടനാഴിയിലെ ഇരുട്ടിൽ ഇല്ലാത്ത കരിമ്പൂച്ചയെ തപ്പുന്ന മാതിരി ഒരു സംഗതിയായിരുന്നു. ഇതിപ്പോൾ മംഗളത്തിനറിയാം എന്ന് അവർ പറയുന്നു, നമുക്കറിഞ്ഞുകൂടാ. എന്തിനാണ് മന്ത്രി രാജിവെച്ചതെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ തരത്തിലുള്ള തലയും വാലും ഇല്ലാത്ത ഒരു ശബ്ദരേഖ വെച്ചിട്ട് മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് സദാചാര പോലീസിനെ പേടിക്കുന്ന വളരെ ചീത്തയായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. വ്യക്തികളുടെ സ്വകാര്യതയും പൗരസ്വാതന്ത്ര്യവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീമതി KK ഷാഹിന, മാധ്യമ ധാർമ്മികത എന്നതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ നമ്മുടെ ടെലിവിഷൻ വാർത്താ ചാനലുകൾക്കകത്ത് അല്ലെങ്കിൽ തന്നെയും ഈ സമീപകാലത്ത് ഒരുപാട് മുത്തച്ഛൻ പേരക്കുട്ടിയെ പീഡിപ്പിച്ചതുപോലുള്ള വാർത്തകൾ ആളുകൾക്ക് മുന്നിലേക്ക് വരികയാണ്. അത്തരം സാഹചര്യത്തിൽ ഇതുപോലുള്ളൊരു സംഭാഷണം, അങ്ങേയറ്റം സ്വകാര്യമായിട്ടുള്ള സംഭാഷണം, ലൈംഗികതയുടെ അധോതലങ്ങളിൽ മാത്രം ഒരുപക്ഷെ കേൾക്കുന്ന ഈ യൂട്യൂബിലൊക്കെ വളരെ അതിനുവേണ്ടി മാത്രം തിരഞ്ഞു ചെന്നാൽ മാത്രം കേൾക്കാനാകുന്ന തരം സംഭാഷണങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്കകത്തേക്ക് വരുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാനാവുന്നതാണോ? അത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ചകൾ ഉണ്ടായി വരുന്നത് അതെങ്കിലും പോസിറ്റീവായിട്ടൊരു കാര്യമല്ല. അത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയുണ്ട്. സദാചാരപരമായിട്ടുള്ള ഈ ഒരുതരം ഇങ്ങനെ ഉറച്ചു നിൽപ്പുന്ന ആളുകൾ മാറിപ്പോകുന്നത്
ആ ഒരു ഗുണമെങ്കിലും മംഗളം വാർത്ത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പോസിറ്റീവായി കാണാൻ കഴിയുമോ? എനിക്ക് ചോദ്യം ക്ലിയർ അല്ല സനീഷ്, ചോദ്യം ക്ലിയർ ആയില്ല. ഇത്തരമൊരു ഗുണം ഉണ്ടാക്കുമെന്നാണ് ഉദ്ദേശിച്ചത്? ഇത്തരമൊരു സംഭാഷണം, അതായത് തുറന്ന ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ പുറത്തേക്ക് വരുന്നത്, ഇപ്പോൾ ഈ വിഷയത്തിന്മേൽ ചർച്ച നടക്കുന്നു, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നത് ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കും സമൂഹത്തിൽ എന്നെങ്കിലും പോസിറ്റീവായിട്ട് ഈ വാർത്തയെ കണ്ട് പറയാൻ പറ്റുമോ? ഇല്ല, തുറന്ന ലൈംഗികതയെ കുറിച്ചുള്ള ഒരു സംഭാഷണം, ഒരു സമൂഹത്തിൽ, ഒരു സംവാദം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് 100% ഇങ്ങനെയല്ല. ഒരു വ്യക്തിയെ വേട്ടയാടിയിട്ടും അദ്ദേഹത്തെ ഇതുവരെയുള്ള ജീവിതം തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടും ഉണ്ടാകേണ്ടതല്ല ഇത്. പിന്നെ ഇതിനകത്ത് ഇപ്പോഴും ഈ മംഗളത്തിന്റെ ലേഖകൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സന്തോഷ് പറയുന്നതിൽ നിന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത കാര്യം, ഈ ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞതും സെബാസ്റ്റ്യൻ പോൾ സാറും ഹരീഷും ഒക്കെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് AK ശശീന്ദ്രൻ ചെയ്ത കുറ്റം? അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി വന്ന പരാതിയുമായി വന്നൊരു സ്ത്രീയെ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഖജനാവിൽ നിന്നുള്ള പണം അദ്ദേഹം ഇത്തരം എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടോ? ഞാൻ തിരിച്ചു വരാം ഷാഹിന താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത്തരത്തിലുള്ള ഒരു സംഭാഷണ ശകലത്തെ നമ്മുടെ വാർത്താ ചാനലുകൾക്കകത്തേക്ക് കടത്തിവിട്ടതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? മറ്റ് ധാർമ്മികതാ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചാൽ പോലും ഇങ്ങനെയൊരു സംഭാഷണത്തെ പൂർണ്ണമായ തോതിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നെങ്കിലും അവർ വിചാരിക്കേണ്ടതായിരുന്നില്ലേ? അതെ, അവിടെ പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ സംഭാഷണ ശകലം എങ്ങനെ രേഖയായി, എങ്ങനെ അത് മംഗളത്തിൻ്റെ കയ്യിൽ കിട്ടി, വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇത് മംഗളം ഒരുക്കിയ ഹണി ട്രാപ്പ് ആയിരുന്നില്ല എന്ന് സന്തോഷ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആരൊരുക്കിയതാണ്? അത് വാസ്തവമാണോ, യഥാർത്ഥമാണോ, കൃത്രിമമായി ഉണ്ടാക്കിയതാണോ? നമുക്കറിയില്ല ഈ കാര്യങ്ങളൊന്നും. അതൊന്നും ഇല്ലാതെ, വ്യക്തതയില്ലാത്ത, ആരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സാഹചര്യം, പശ്ചാത്തലം ഒന്നും മനസ്സിലാക്കാതെയുള്ള ഒരു സംഭാഷണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അത് ചോദ്യം ചോദിക്കുമ്പോൾ അത് കടന്നതൊക്കെ തോന്നിപ്പോയേക്കാം, പക്ഷേ കാരശ്ശേരി മാസ്റ്റർ അത് വളരെ വ്യക്തതയോടെ അത് ഉന്നയിച്ചു. ഇവിടെ ലൈംഗിക ചുവയുള്ളതാകാം, ലൈംഗിക ചുവ ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ ലൈംഗിക ചുവയുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാകാം. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഏത് രീതിയിൽ സംസാരിക്കാം. അതിന് മംഗളമെന്നല്ല ഒരു ചാനലും ഒരു സദാചാര പോലീസിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അറിയേണ്ട കാര്യം, മന്ത്രി ശശീന്ദ്രൻ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ, അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് തൻ്റെ സമീപത്ത് ഒരു കാര്യം സാധിക്കാൻ വന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീയോടാണോ ഇങ്ങനെ സംസാരിച്ചത്? അത് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഇത് നമ്മൾ കേട്ടിടത്തോളവും മനസ്സിലാക്കിയിടത്തോളവും അങ്ങനെ ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഇതിൽ ധാർമ്മികത മാത്രമല്ല, കുറ്റകരമായ കടന്നുകയറ്റം, മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ്റെ സ്വകാര്യതയിലേക്കുള്ള കുറ്റകരമായ കടന്നുകയറ്റം കൂടി ഈ ചാനൽ നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ശ്രീ MP സന്തോഷ്, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇതിപ്പോൾ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. റേറ്റിംഗിൻ്റെ കണക്കുകൾ ഈ പണി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കും മനസ്സിലാകുന്നതാണ്, ഞങ്ങൾക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരു സംഭാഷണ ശകലം സ്വാഭാവികമായിട്ടും ഒരു വീട്ടിനകത്ത് വന്ന് വീഴുമ്പോൾ, താങ്കളുടെ അവതാരക പറയുന്നതുപോലെ തന്നെ കുട്ടികളെ മാറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടെ കേൾക്കാനാകുന്ന സംഭാഷണമല്ല എന്ന് വരുമ്പോൾ കുടുംബങ്ങൾ അത് സ്വീകരിക്കുമോ? ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ അത് ഗുണപരമായിട്ട് നിങ്ങൾക്ക് റേറ്റിംഗിൽ പ്രതിഫലിക്കും എന്ന ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അതൊരു വളരെ സാധാരണമായ നമ്മൾക്കിടയിലുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്തായാലും ഈ വാർത്ത ഞങ്ങളത് പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഒരു വാർത്ത, ഇത് ഒരു പരാതിക്കാരിയെ അവരുടെ നമ്പർ വാങ്ങിയ ശേഷം നിരന്തരമായി ടെലിഫോണിൽ വിളിച്ച് ഉപദ്രവിച്ചതിനെ തുടർന്ന് അവർ റെക്കോർഡ് ചെയ്ത സംഭാഷണ ശകലങ്ങളാണ്, അവരിൽ നിന്നാണിത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സംഭാഷണ ശകലം കാണിക്കാതെ ഇല്ലെങ്കിൽ കേൾപ്പിക്കാതെ ഈ ഒരു വാർത്ത പൂർണ്ണമാവുകയില്ല. ഇത്തരം ഒരു പരാതിക്കാരിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് ഒരു പരാതി കൊടുത്താൽ, ഈ പരാതി കൊടുക്കുന്ന ആൾ പിന്നീട് ഒരു അധികാരിയിൽ നിന്ന് നിരന്തര പീഡനത്തിന് വിധേയമാകണം. അയാളുടെ ലൈംഗിക തൃഷ്ണയും ഇല്ലെങ്കിൽ അയാളുടെ ലൈംഗിക സ്വാതന്ത്ര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്ന് പറയുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചതിനുള്ള ഉത്തരം എന്നുള്ള നിലയിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാര സ്ഥാനങ്ങളിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയും നീതി നിഷേധങ്ങളെയും അങ്ങേയറ്റം എതിർക്കും. ആ എതിർപ്പിന് വേണ്ടി
ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. അത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉറച്ച ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഞങ്ങൾ ക്രിയാത്മകമായാണ് ഇടപെടാൻ പോകുന്നത്. ആ ഒരു ക്രിയാത്മകമായി ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം കാണും ഇത് ഹണി ട്രാപ്പിലൂടെയൊക്കെ ആവണമെന്ന്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ കേരളത്തിലെ ജനങ്ങളെ, ഇപ്പോൾ മംഗളം പത്രത്തിനെ പറ്റി ഒരുപാട് ഇവിടെ ആക്ഷേപങ്ങൾ പറഞ്ഞു. പക്ഷേ മംഗളം പത്രം കേരളത്തിലെ സ്വതന്ത്ര ഒരു ജാതി മത ശക്തികളുടെയും പിന്തുണയില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ഒരു മതവിഭാഗത്തിൻ്റെയും പിന്തുണയില്ലാതെ അത്യാവശ്യം മികച്ച സർക്കുലേഷനോടുകൂടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി നിലകൊള്ളുന്നത് അതിൽ വരുന്ന തികച്ചും വ്യത്യസ്തമായ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന വാർത്തകളുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും. അപ്പോൾ ആ വാർത്തകളുടെ അത്തരം വാർത്തകൾ തന്നെയായിരിക്കും ഞങ്ങൾ ചാനലിലൂടെയും പുറത്തു കൊണ്ടുവരിക. മംഗളം ടെലിവിഷൻ ആ രീതിയിലുള്ള വാർത്തകൾ തന്നെയായിരിക്കും പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരിക തന്നെയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ യത്നിക്കുമ്പോൾ ഞങ്ങളെ ഏതെങ്കിലും രീതിയിലുള്ള അപഹാസ്യത എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരുപക്ഷെ. അതിന് ആ രീതിയിൽ ഞങ്ങളെ അപഹസിച്ചാലും ഞങ്ങൾ പിന്മാറുകയില്ല. അത് തന്നെയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ഹരീഷ് വാസുദേവൻ, അവർക്ക് നല്ല ഉറച്ച ബോധ്യങ്ങളുണ്ട്. ശ്രീ എം പി സന്തോഷ് എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്നു. എന്നേക്കാൾ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വളരെ മോശക്കാരനായ ആളല്ല അദ്ദേഹം. ഈ ജോലി നന്നായിട്ട് തന്നെ ചെയ്യുന്ന ആളാണ്. മംഗളത്തിൽ ഞാനും ജോലി തുടങ്ങിയ സ്ഥാപനമാണ് മംഗളം കുറേ കാലമായിട്ട് കേരള സമൂഹത്തിന് മുന്നിലുണ്ട് താനും. അതുകൊണ്ട് ഒരുപക്ഷെ അവർക്കുള്ളിൽ നല്ല ബോധ്യങ്ങളുണ്ടാകണം ഞങ്ങൾ ഈ ചെയ്യുന്നത് ഗുണപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് എന്ന്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില മുൻവിധികൾ മാറ്റിവെച്ച് തന്നെ കാണേണ്ടി വരും അവരുടെ മാധ്യമപ്രവർത്തനത്തെ എന്നത് താങ്കൾ അങ്ങനെ കണക്കിലെടുക്കുമോ? സനീഷ്, ഞാൻ എം പി സന്തോഷിനോട് സുഹൃത്ത് ആണെങ്കിൽ പോലും അദ്ദേഹത്തോട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചാനലിന്റെ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ മംഗളത്തിന്റെ ഇന്നത്തെ ഈ സംഭവത്തെ അങ്ങനെ വില കുറച്ച് കാണുന്നില്ല. ഞാൻ എന്റെ ഏറ്റവും തിരക്കിട്ട ഒരു അഭിഭാഷക ജീവിത ദിവസത്തിനിടയ്ക്ക് ഞായറാഴ്ച ഞാൻ ഇത്രയും ഡിഫൻസിന് വേണ്ടി ഇത്രയും ഒഫൻസിന് വേണ്ടി ചെലവഴിച്ചത് വാസ്തവത്തിൽ മംഗളം അതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹരീഷ് വാസുദേവൻ, നമുക്ക് മംഗളത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഞങ്ങളും ഒരു മാധ്യമ സ്ഥാപനമാണ്, ഈ വിഷയത്തിൽ ഊന്നി നിന്നാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമുക്കങ്ങനെ ആ ഒരു ഗ്രൂപ്പിനെ ആകെ തന്നെയും കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെ പറ്റിയും പറയാനുണ്ടാകും. അത് സനീഷ്, ഞാൻ ഇത് ഉദാഹരണം പറയാൻ കാരണം ദീർഘകാലം ഒരു പർട്ടിക്കുലർ മതസ്ഥാപനം നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾ മുഴുവൻ അച്ചടിച്ചു വരുന്ന ഒരു പത്രം പിറ്റേ ദിവസം ഈ വില്ലന്റെ കയ്യിൽ തന്നെ എത്തിപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇരകളുടെ കൂടെയാണെന്ന് പറയുകയും പിന്നെ വേട്ടക്കാരന് തന്നെ സ്ഥാപനം തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നത്, സൺഡേ സപ്ലിമെന്റ് അടിക്കുന്നത്? അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വായനക്കാരൻ ഇത് ചോദിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇരകളുടെ കൂടെയാണെന്ന് പറയുമ്പോൾ ആരാണ് ഇര എന്ന് വ്യക്തമാക്കണം. അവരുടെ ബോധ്യമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ബോധ്യമാണ് ഇതിൽ പ്രധാനം. ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കെതിരെയും എന്ത് മലവും വലിച്ചെറിയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സംസാരിച്ചതിന്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീ എം പി സന്തോഷ്, വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെതിരായുള്ള ആക്ഷേപങ്ങളായിട്ടോ അതിനെ കാണരുത്. നിങ്ങൾ കൊണ്ടുവന്ന വാർത്ത അത്രമേൽ പ്രധാനപ്പെട്ടതും വലുതുമായതുകൊണ്ട് അത് ചർച്ചയാവുകയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് നിങ്ങൾക്കെതിരായിട്ടുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടും. അത് ഉന്നയിക്കപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് പേടിയുണ്ട്, താങ്കളുടെ സഹപ്രവർത്തകൻ കൂടിയാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇത് ചർച്ചയായിട്ട് തന്നെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ എം പി സന്തോഷ്, ശ്രീ എം എൻ കാരശ്ശേരി, ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീമതി കെ ഷാഹിന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മംഗളം കൊണ്ടുവന്നിരിക്കുന്ന ഈ വാർത്തയുടെ വരും ദിവസങ്ങൾ എന്താണ് ഉണ്ടാവുക എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഇത്തരം വാർത്തകളിലൂടെ തന്നെയാണ് മാധ്യമങ്ങൾ പോകുന്നതെങ്കിൽ, അതേത് നിലക്കാണ് കേരളത്തിലെ മാധ്യമ ധാർമ്മികത എന്ന നിലപാടുകളെയൊക്കെ മാറ്റിപ്പണിയുക എന്നുകൂടെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വളരെ നന്ദി അതിഥികൾക്ക്. ഒരിക്കൽ കൂടെ പ്രധാന വാർത്തയിലേക്ക്. മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. അശ്ലീല ചുവയുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് കുറ്റസമ്മതമല്ല, ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കാനെന്ന് ശശീന്ദ്രൻ. തൽക്കാലം പകരം മന്ത്രി ഉണ്ടാവില്ല. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നീക്കങ്ങളുമായി തോമസ് ചാണ്ടി. ജിഷ വധക്കേസിൽ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിജിലൻസ്. അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. എഫ്ഐആർ അടക്കം തയ്യാറാക്കിയത് മുൻവിധിയോടെ. ഇപ്പോഴത്തെ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ലെന്നും വിജിലൻസ്. പോലീസിന്റെ വീഴ്ചകൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് വി എസ് അച്യുതാനന്ദൻ.
KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി MM ഹസൻ ചുമതലയേറ്റു. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് MM ഹസൻ. മദ്യനയം UDF-ന്റേത്, അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും ഹസൻ. ജിഷ്ണു പ്രണോയ് കേസിൽ അറ്റോർണി ജനറൽ ഹാജരാകും. കേസ് നാളെ സുപ്രീം കോടതിയിൽ. ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ നാളെ മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം മാറ്റി. TP സെൻകുമാർ കേസിൽ നിന്ന് PP റാവുവിനെ മാറ്റി. സർക്കാരിനായി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ഹരീഷ് സാൽവെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.